ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ ഉച്ചയൂണിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും ബോറടിപ്പിക്കുകയെന്ന് വിചാരിക്കരുത്, ഇതൊക്കെ ഉള്ളു കാണിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ചോറ് അരി അടുപ്പയിൽ വേകുന്നുണ്ട്, വേകാറായിരിക്കുകയാണ്, ഊറ്റണം. അപ്പം കുറച്ച് കിളിമീൻ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു, അപ്പം ഞാനത് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അത് വറക്കാനാണ്, വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വറക്കണം. അപ്പോൾ അവിയലിന് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനെല്ലാം അരച്ച് ചേർക്കണം. അപ്പോൾ അവിയലിന് കഷ്ണങ്ങൾ ഇച്ചിരി കൂടെ വേകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുക. എനിക്ക് കാശിക്കൂട്ടം മഴക്കുണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് ഓഫാക്കിയായിരുന്നു സ്റ്റൗവേ. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ വെന്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വറക്കാനുള്ള മീൻ അരപ്പ് റെഡിയാക്കണം. അരപ്പിന് അതിനുള്ള മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ട് ഒന്ന് ഉപ്പും കൊടുത്തൊന്ന് ഇളക്കി മിക്സ് ആക്കണേ. നമുക്കിനി മീൻ വറക്കുന്ന പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേഗട്ടെ, അവിയലിൻ്റെ കഷ്ണങ്ങളെ. അത് ഞാൻ ആദ്യം ഒന്ന് വേഗം വെച്ചിട്ട് കാശിക്കൂട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാനതെടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കും. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മീൻ വറക്കാനുള്ള. നമുക്കിനി അപ്പോൾ വറക്കാനുള്ള മീനൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. കഴുകിയെടുത്ത മീനാണ്, കഴുകി ഞാൻ വെട്ടിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനെ ഇന്നലെ അംഗനവാടി പോകാനുള്ള ബാഗൊക്കെ പോയി മേടിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു ദിവസം നോക്കി, ബുധനാഴ്ച വിദ്യാരംഭങ്ങൾക്ക് പറ്റിയ ഒരു ദിവസം നോക്കി കാശിക്കുട്ടനെ ഞങ്ങൾ പതുക്കെ അംഗനവാടിയിലോട്ട് കൊണ്ടിരുത്തും. അപ്പോഴേ 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് വഴക്കില്ലാതെ അവൻ പൊക്കോളുമല്ലോ. കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് മീനെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അരപ്പ് നന്നായിട്ട് പിടിക്കണം ചേട്ടായിക്കൊക്കെയാണ് മീനയിൽ, ഇല്ലെങ്കിൽ കഴിക്കാൻ പറയും, എന്നോട് ചോദിക്കും അരപ്പ് ഇട്ടില്ലേ നന്നായിട്ട്. എന്നിട്ട് എന്നോട് പറയും ഈ മീൻ വറുത്തതിൻ്റെ അരപ്പ് മാത്രം മതി ചോറ് കഴിക്കാനത്, നല്ല അരപ്പാണ്, അങ്ങനെയൊക്കെ പറയട്ടോ. നമ്മുടെ അരപ്പെല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിയലിൻ്റെ കഷ്ണം വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. അതുവരെ ഇത് ഇച്ചിരി നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണം വേകട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അവിയലിനുള്ള. അതിനുള്ള വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് അരച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരപ്പുള്ളത് അരച്ചെടുക്കാം.
നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചോ എന്നൊരു സംശയം. നോക്കട്ടെ. പിടിച്ചു കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അടുക്കി പിടിച്ചായിരുന്നു. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഒരു ചരുവത്തിലോട്ട് മാറ്റി, പിന്നെ ചരുവത്തിലോട്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് അരച്ചിട്ട് വന്നിട്ട് ചേർക്കാം കേട്ടോ. കഷ്ണം വെന്തതായത് ഞാൻ പറഞ്ഞില്ലേ, ശകലം ഞാൻ വേവിച്ചായിരുന്നു. പിന്നെ ഒന്നും കൂടെ വെച്ച് ഞാൻ വേവിച്ചതാട്ടോ. അപ്പം എന്തേ നമ്മുടെ അവിയലിനുള്ള അരപ്പ് ഞാനിവിടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ. അരിഞ്ഞപ്പോൾ ഒരുപാട് കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. വെന്ത് വന്നപ്പോഴത്തേക്ക് ശകലവേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലയും അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വേകാനൊക്കെ 2 മിനിറ്റ് വല്ലതും ഒന്ന്. അപ്പോൾ നമുക്കിനി നമ്മുടെ കറിവേപ്പിലയും ചെറിയുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ച് ചേർക്കണം കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും അതുകൂടെ ഒന്ന് അരച്ച് ചേർക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ വെച്ചു. അപ്പം ഇങ്ങനത്തെ സ്റ്റൗ ഞാൻ ഓഫാക്കി, അല്ലേ നേരത്തെ പോലെ അടുക്കി പിടിച്ചെങ്കിൽ.
ഇത് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ചതേ. നമുക്കിനി ഒന്ന് ഇളക്കണം. മിക്കപ്പോഴും ഞാൻ അവിയലിന് അടുപ്പിൽ ഇതുപോലെ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് എപ്പം വെച്ചാലും അടിക്ക് പിടിക്കും കേട്ടോ. അടിക്ക് പിടിക്കും, അത് പിടിക്കാതിരിക്കത്തില്ല. നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാട്ടോ. അവിയലിന് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചുവന്നുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിയലിന്. അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ ഞാനൊന്ന് വാങ്ങി വെക്കുവാണേ. നമുക്കിനി മീൻ വറക്കണം. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കണം. ദോശയല്ല പിന്നെ മീനാണ്. ഈ പാൻ കണ്ടിട്ടാട്ടോ കാശിക്കുട്ടൻ ചോദിക്കുന്നത് ദോശയാണ്. ഇത് ഞങ്ങൾ ദോശ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒടിഞ്ഞു പോയപ്പോൾ വേറൊരു പാൻ മേടിച്ചു കേട്ടോ. അന്നേരം അതിലായിട്ടോ ഉണ്ടാക്കുന്നേ. അല്ല, നമുക്ക് മീൻ വറക്കണ്ടേ? അല്ല, മീൻ. അപ്പം ദേ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ മീൻ വറക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ല. ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ സൗണ്ട് നമ്മുടെ മീൻ വറക്കാനുള്ളത് ഞാൻ അടുപ്പിൽ വെച്ചു. നമ്മുടെ മീനപ്പം വറുത്ത് റെഡി ആവട്ടെ. ചോറ് എന്തോന്ന് നോക്കണം, അത് അടുത്ത പരിപാടിയാണ് കേട്ടോ.
നമുക്കിനി അരി ഊറ്റണം. ചോറ് വെന്ത് കിടക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഊറ്റാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂട് മാറി കാശിക്കോട്ടാ. ഇപ്പം എന്ത് ചെയ്യും, നമ്മുടെ കഞ്ഞി ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീന് നിങ്ങൾ തിരിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ പറക്കാനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ അവിയൽ ഇനി എനിക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അവിയലാണേ. എല്ലാവരും എൻ്റെ അവിയലിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേ നമ്മുടെ അവിയൽ റെഡി ആയി കിളമ്പി വെച്ചിട്ട് എന്തോ അപ്പൊ കുറച്ച് മോര് കാച്ചിയത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിന് അവിയല്, മീൻ വറുത്തത്, മോരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മീനും വറുത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പം ഞാനാണെങ്കിൽ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.